ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊൽഹത്താണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു BS4 സ്റ്റണ്ട് സ്റ്റാൻഡേർഡ് വണ്ടികളാണ്. ഒന്നത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെച്ചിട്ടുള്ള ലോങ് ബോട്ടിൽ ഫ്രീ ഫ്ലോസ് എക്സോസ്റ്റ് വെച്ചിട്ടുള്ളൊരു വണ്ടി. കിലോമീറ്റർ ഓടിയേക്കുന്ന 37,794 കിലോമീറ്ററാണ് വണ്ടി ഓടിയത്. അടുത്തത് വന്നിട്ട് പിന്നെ BS4 തന്നെയാണ് വണ്ടി വരുന്നത്. ABS ടൈപ്പാണ്. ഇത് ഒറിജിനൽ സൈലൻസർ വെച്ചിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ഒറിജിനൽ സൈലൻസർ വെച്ചിട്ട് ഒരാൾക്ക് സംശയമുണ്ട്. ഒറിജിനൽ സൈലൻസറും അതേപോലെ ആഫ്റ്റർ മാർക്കറ്റ് ഫ്രീ ഫ്ലോ സൈലൻസർ വെച്ച് നല്ല ഡിഫറൻറ്റ് എന്താണ്, എത്രത്തോളം ടോർക്കും ഡിഫറൻറ്റ് വരുന്നത് കാണിക്കാനാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് ABS ഉള്ള വണ്ടിയാണ്. ABS ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇത് എൻ്റെ മോഡുലേറ്റർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ABSൻ്റെ മോഡുലേറ്റർ കംപ്ലൈൻ്റ് ആയി. ABSൻ്റെ കപ്ലറിലേക്ക് ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അത്ര ക്വാളിറ്റിയാണ് സാധനത്തിനുള്ളത്. ഏതൊക്കെയാണെങ്കിലും ഇപ്പോഴത്തെ സാധനത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ കണക്ക് തന്നെ. അപ്പോൾ ഒരു പ്രൊഡക്റ്റും ലോങ് ലാസ്റ്റിംഗ് എന്നതിലൊരു ഒരു കമ്പനി ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നുന്നു. ABSലുള്ള വണ്ടികൾ വണ്ടിയിൽ ABSൽ തപ്പിയെടുക്കുന്ന ആളുകൾ അത് നോക്കുക. ABS വല്ലാതെ കാലൊന്നും പ്രതീക്ഷിക്കേണ്ട. മോഡുലേറ്റർ പോണ വരെ ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ ABSന് ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഉപയോഗിക്കുക എന്നുള്ള പിന്നെ വലിയൊരു ഭാരിച്ച ചിലവ് 15 രൂപ ചിലവ് വരും നിങ്ങൾക്ക് ആ സാധനം മാറ്റാൻ കേട്ടോ. അപ്പോൾ സാധാരണഗതിയിലാവുന്നവർ മാറ്റി ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ നമ്മൾ RD350 ടൈപ്പ് ഹാൻഡിൽ ബാറാണ് വെച്ചേക്കുന്നത്. ഹൈ ലിഫ്റ്റ് ഹാൻഡിൽ ബാറാണ്. അപ്പം കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു ബുള്ളറ്റ് ഓടിക്കുന്ന ഫീൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഒരു എഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ട്രഡീഷണൽ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊരു പഞ്ചുണ്ട്. അല്ലാതെ ഈ ഒരു പിന്നെ സൈലൻസറിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള പിന്നെ ഇതും നമുക്ക് കിട്ടുന്നില്ല. ഒരു പഞ്ച് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള BS6 വരുന്ന ES മാതിരി സെൽഫ് സ്റ്റാർട്ടൊക്കെ ആഡ് ചെയ്ത് ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാൻ പറയാൻ പറ്റില്ല. ആ ഒരു ഓപ്ഷൻ വരെ ഇതിന് പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട് റോയൽ എൻഫീൽഡ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പല ആളുകളും നമ്മൾ ചോദിക്കാറുണ്ട് റോയൽ എൻഫീൽഡ് സെൽഫ് ആഡ് ചെയ്യാൻ പറ്റുമോ, BS4 ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. BS4 ഏതൊക്കെ വണ്ടി ആഡ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ വണ്ടി ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ കൂടുതൽ ആളുകൾ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് പ്രിഫർ ചെയ്യാനുള്ള കാരണം ഒന്ന് ഓടിക്കാനുള്ള ഒരു കംഫർട്ട്, ബുള്ളറ്റ് ഓടിക്കുന്ന യഥാർത്ഥ ഒരു ഫീലിൽ ഓടിക്കാൻ പറ്റിയൊരു വണ്ടി റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് തന്നെയാണ്. രണ്ടാമതൊരു ബേസ് മോഡലായിരുന്നു 100 വരുന്നതിന് മുന്നേ വരെ റോയൽ എൻഫീൽഡ്. പ്രൈസ് വൈസ് കുറച്ച് കുറവാണ്, കാരണം ഫീച്ചേഴ്സ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെയാണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഇല്ല. പിന്നെ പഴയ വണ്ടികൾ സെൽഫ് സ്റ്റാർട്ട് ഇല്ല എന്നുള്ള ഒരു തന്നെയാണ്. ആ ഒരു പ്രൈസും ഇതിന് കുറവായിരുന്നു. അതല്ലാതെ എൻജിൻ വൈസ് വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ക്ലാസിക്കും തമ്മിലുള്ള. ക്രാങ്ക് വെയിറ്റ് 10.5 വരുന്നുണ്ട്. മറ്റേ 8 കിലോ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. അതിൻ്റെ ഒരു ഡിഫറൻറ്റ് ഉണ്ട്. പിന്നെ ക്ലാസിക് ആകുമ്പോൾ കുറച്ചൊരു ഹൈ സ്പീഡ് കപ്പാസിറ്റി കൂടിയ വണ്ടിയാണ്. അതായത് പെട്ടെന്ന് എടുത്ത് പോകാനൊക്കെ കുറച്ചും കൂടെ നല്ല വണ്ടി. അങ്ങനെയുള്ള ആളുകൾ ക്ലാസിക് തന്നെയായിരിക്കും നന്നാവുക. പക്ഷേ പഴയ മോഡൽ CI എൻജിൻ എന്ന വാഹനത്തിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്ന ഒരു വാഹനമാണ് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പഴയ വണ്ടികൾ ഉപയോഗിച്ച് ബുള്ളറ്റ് ഉപയോഗിച്ച് പരിചയമുള്ള ആളുകൾ എപ്പോഴും ആ സ്റ്റാൻഡേർഡിലേക്ക് തന്നെ പോകുള്ളൂ, ക്ലാസിക്കിലേക്ക് പോകില്ല. ഇതിനൊക്കെ ഡീകംപ്രഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആ ഒരു പഴയ CI എഞ്ചിൻ ഉപയോഗിക്കുന്ന മാതിരി തന്നെ കിക്കർ ലോഡൊന്നും ഇല്ലാതെ ചില സമയത്തിനൊരു കിക്കർ ലോഡ് വരും.
ആ സമയത്ത് ഇപ്പോൾ സാധാരണക്കാർക്കൊന്നും ആരോഗ്യമില്ലാത്ത ആൾക്കൊന്നും ചവിട്ടി താഴ്ത്താൻ പറ്റില്ല. അപ്പോൾ അതിന് ഡീകംപ്രഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാവുന്നതുള്ളൂ. അപ്പം ഇതിന് സെൽഫ് സ്റ്റാർട്ടും കൂടെ നിങ്ങളുടെ വണ്ടിക്ക് ഇടുവായി കേട്ടോ. ഡിസ്ക് ബ്രേക്ക് ഇപ്പം ഈ സെഗ്മെൻറ്റിൽ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് വണ്ടി. പിന്നെ ഡിസ്ക് ബ്രേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും നമ്മൾ ഒറിജിനൽ ഡിസ്ക് ബ്രേക്ക് തന്നെ വാങ്ങി വെക്കുക കേട്ടോ. എൻട്രൻസിൻ്റെ കഴിയുന്നത് നമുക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. എൻട്രൻസിൻ്റെ ഇടയ്ക്ക് ഒരു കംപ്ലയിൻസ് കാലിപ്പർ സിസ്റ്റത്തിന് വരുന്നുണ്ട്. അതുകൊണ്ട് എൻട്രൻസ് ഒഴിവാക്കിയിട്ട് വൈബറിൻ്റെ തന്നെ സാധനം തന്നെ വാങ്ങി വെക്കാൻ നോക്കുക കേട്ടോ ഡിസ്ക് ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് മെയിനായിട്ട് നോക്കാൻ പോകുന്നതിൻ്റെ ടോർക്കാണ്. ഇതിപ്പോൾ നിലവിൽ 40 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഇപ്പോൾ പോകുന്നത്. ലോൻ്റെ ടോർക്ക് തന്നെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ ഗിയർ അടിക്കടി മാറ്റാൻ ആവശ്യമില്ലാത്തൊരു വണ്ടിയാണ്. പിന്നെ ആവശ്യം വരില്ല എന്നുള്ള ലോൻ്റെ ടോർക്ക് കൂടിയുള്ള വണ്ടിക്കുള്ള പ്രത്യേകത കേട്ടോ. അത് 50-ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ 5-4 പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്യുന്ന ഒരവസ്ഥ വരും. ഇതൊരു 40-ന് തോടെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഗിയർ ചേഞ്ച് ചെയ്യാൻ ടോപ്പ് ഗിയറിൽ നമുക്ക് വണ്ടി എടുത്ത് ഇങ്ങനെ പോകാൻ പറ്റും. ഞാനിതിൻ്റെ മാക്സിമം സ്ലോ ഡൗൺ ചെയ്യാൻ പോവാണ്. വണ്ടി ഇപ്പോൾ 30 സ്പീഡിലാണുള്ളത്. പക്ഷേ അത് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ 30-യിലാണ്. അപ്പോൾ 34-40 ഇടയിലാണ് വണ്ടി സ്റ്റഡി ആയിട്ട് വണ്ടി ഓടുന്നത് കേട്ടോ. അത് 35-40 ഇടയിൽ ഈ വണ്ടി സ്റ്റോക്ക് എക്സോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ശരിയായ രീതിയിൽ വണ്ടി സ്ലോ ആയിട്ട് വണ്ടി ടോപ്പ് ഗിയറിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹൈ സ്പീഡ് മാത്രം ആഗ്രഹിക്കുന്ന ആൾക്ക് ലോ സ്പീഡ് ടോർക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ബുള്ളറ്റ് എടുത്തിട്ട് കുറച്ചുകൂടെ സ്പീഡിൽ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ, ലോ സ്പീഡൊന്നും അവർക്ക് പ്രശ്നമില്ല എങ്കിൽ ഒരിക്കലും ക്ലാസിക്കായിരിക്കും അങ്ങനത്തെ ആളുകൾ ഉണ്ടാകുക. കുറച്ചും കൂടി ലോ സ്പീഡ് ഹൈ സ്പീഡ് കപ്പാസിറ്റി കുറച്ചൊരു കൂടിയിട്ടുള്ള വണ്ടി ക്ലാസിക്കാണ്. ഇത് അത്ര തന്നെ പെട്ടെന്ന് എടുത്തു പോകില്ല, ക്രാങ്ക് വെയിറ്റ് കൂടിയതുകൊണ്ട് തന്നെ കേട്ടോ. പക്ഷേ ഈ വണ്ടി ഓടിക്കുമ്പോഴാണ് ശരിക്കും ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന ഫീലിംഗ് കിട്ടുക. അത് സൈലൻസർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പക്ക ഓക്കെയാണ്. നിയമം അനുവദിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഒരു സൈലൻസർ മാറ്റി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. സൈലൻസർ വലിയ വൃത്തികെട്ട ശബ്ദമൊക്കെ ഉണ്ടാക്കിയ ആളുകൾ, പൊട്ടിച്ച ആളുകൾ, വെറുപ്പിക്കുന്ന രീതിയിൽ ഓടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെയൊക്കെയാണ് ബാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ സാധാരണ നോർമൽ രീതിയിലൊരു വണ്ടി സൈലൻസറൊക്കെ വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിഷയമല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ ഉള്ളിലൊന്നും ഒരു സംഗതി ഇല്ല, കുറച്ച് കോറ് മാത്രമേ ഉള്ളൂ. കാറ്റലിക് കൺവെർട്ടേഷൻ ഒന്നും അതിൽ നടക്കുന്നില്ല, ബെൻഡിലാണ് അതൊക്കെ നടക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സൈലൻസർ മാറ്റി വെച്ച വണ്ടി നോക്കാം. നമുക്ക് അടുത്തതായിട്ട് BS4 തന്നെയാണ് വണ്ടി വരുന്നത്. ABS നോൺ ABS വണ്ടിയാണ്. എനിക്ക് സ്റ്റാൻഡേർഡിന് ആകെ ഒരു മൈനസ് ബ്രേക്കിംഗ് ഒരു വിഷയം തോന്നാറില്ലെങ്കിലും എനിക്ക് ഏറ്റവും വലിയ മൈനസ് തോന്നിയിട്ടുള്ളത് സെൽഫ് സ്റ്റാർട്ട് തന്നെയാണ്. ഈ വീഡിയോ കണ്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഏത് വണ്ടിക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഏത് വണ്ടിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അല്ല, പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്. സെൽഫ് സ്റ്റാർട്ട് നമ്മളെ വണ്ടിക്ക് 15 ആഡ് ചെയ്യാൻ പറ്റുമോ 18 ആഡ് ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചോദിച്ചിട്ട് എല്ലാ വാട്സപ്പിനും ചിലപ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം ഞാൻ വൈകുന്നേരം വരെ നല്ല ഹാർഡ് വർക്ക് ഇടുന്ന ആളാണ്. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ക്ഷീണമായിരിക്കും, ഫോണിലൊന്നും നോക്കൂല. അപ്പോൾ കറക്റ്റ് സമയത്ത് ആൻസർ കിട്ടാതെ നമുക്കൊരു മുഷിപ്പ് തോന്നും. അതിൻ്റെ ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ തന്നെ നോക്കുക കേട്ടോ. അത്യാവശ്യക്കാർ മാത്രം വിളിക്കുക. അത് വൈകുന്നേരം 7 മണിക്ക് ശേഷം, അത് 9 മണിൻ്റെ ഉള്ളിലാവണേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വണ്ടീൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള മൈക്ക് അത്ര ക്വാളിറ്റി ഉള്ള മൈക്കൊന്നുമല്ല. ഞാൻ മൈക്ക് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നിട്ട് ക്ലിയറായിട്ട് കാണിച്ചു തരാം.
ശബ്ദം കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് എഞ്ചിൻ്റെ ഭാഗത്തുനിന്നുള്ള പഞ്ചുണ്ട്, സൈലൻസറിൻ്റെ ഭാഗത്തുനിന്നുള്ള പഞ്ചുണ്ട്. ഓക്കെ, ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ഫീൽ ഇപ്പോൾ എനിക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അതാണ് എക്സോസ്റ്റ് മാറ്റി വെച്ച് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടും. സ്റ്റാൻഡേർഡിന് കുറച്ചുകൂടി ഒരു ബാസി നോയ്സാണ്, ബേസ് നോയ്സ് കൂടുതലാണ് ഉണ്ടാവുക. സാധാരണ ക്ലാസിക്കിന് വെച്ച് ഒരു ബേസ് ആയിട്ടുള്ള നോയ്സ് കിട്ടില്ല. ഹെവി ക്രാങ്കിൻ്റെ ആ ഒരു കംപ്രഷൻ കൊണ്ട് കിട്ടുന്നതാണത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോ സ്പീഡിൽ ബുള്ളറ്റ് എന്ന വാഹനത്തിൻ്റെ പുറത്ത് കയറി നല്ല രീതിയിൽ ലോ സ്പീഡിൽ ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ മാത്രം സ്റ്റാൻഡേർഡിലേക്ക് പോവുക. അപ്പം സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞല്ലോ, സെൽഫ് സ്റ്റാർട്ട് ഇല്ല എന്നുള്ളത്. സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാൻ പറ്റിയ വണ്ടി എടുക്കുക, അതല്ലെങ്കിൽ ES എടുക്കുക, BS6 വരുന്ന വണ്ടി. അപ്പോൾ യൂസ്ഡ് മാർക്കിൽ ഏറ്റവും നല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബുള്ളറ്റിൻ്റെ ആ ഒരു പഞ്ച് നിങ്ങൾ ആസ്വദിച്ച് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു BS3 അല്ലെങ്കിൽ BS4 സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വണ്ടികൾ നല്ല ലോ കിലോമീറ്റർ ഓടി, ഇനി കുറച്ച് കിലോമീറ്റർ ഓടി 50,000-60,000 കിലോമീറ്റർ ഓടിയാൽ ഇതിന് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. കറക്റ്റ് സർവീസും മെയിൻ്റനൻസും ആണെങ്കിൽ. കാരണം കിലോമീറ്റർ കൂടുന്നതിനനുസരിച്ച് എൻജിൻ സെറ്റായി ഫ്ലോ ആവുന്നൊരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ് കേട്ടോ. ചിലപ്പോൾ ലോ കിലോമീറ്റർ അത്ര ഓടിക്കാൻ സുഖം ഉണ്ടാവില്ല, നേരെ ഹൈ കിലോമീറ്റർ വണ്ടി ഫ്രീ ആയിട്ട് ഫ്ലോ, അതായത് ശരിക്കും വണ്ടി റോട്ടിൽ കിടന്ന് ഒഴുകും വണ്ടി. അപ്പോൾ ഏതൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അല്ല സ്റ്റാൻഡേർഡ് നിങ്ങൾ വണ്ടി അങ്ങ് ഓടിച്ച് നോക്കുക. നിങ്ങൾക്ക് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ഞാൻ പറയുന്ന കാര്യങ്ങളോട് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആ ഒരു ലോ സ്പീഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് പിന്നെ ആ ടോർക്ക് 40ൻ്റെ ചോട വണ്ടി ഇടിക്കുക, നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടുന്നുണ്ടെങ്കിൽ ആ വണ്ടി ഓക്കെയാണ്. വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. ഓവർ വൈബ്രേഷൻ റോയൽ എൻഫീൽഡ് എല്ലാവരും ഓവർ വൈബ്രേഷനൊന്നുമില്ല. ഒരു ട്രഡീഷണൽ എഞ്ചിൻ്റേതായിട്ടുള്ളൊരു വൈബ്രേഷൻ വണ്ടിക്ക് ഉണ്ട്. അതൊന്നും നമ്മളെ മടുപ്പിക്കുന്നൊരു വൈബ്രേഷനൊന്നുമല്ല. അത് ഓവർ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ വണ്ടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് പ്രശ്നക്കാരനൊന്നല്ല ഓവർ വൈബ്രേഷൻ, നമുക്ക് ശരിയാക്കാവുന്നുള്ളൂ. എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബുള്ളറ്റ് ഓക്കെ, ബുള്ളറ്റ് ഓടിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. റോട്ട് കേൾക്കുന്നവർക്കും തോന്നുന്നു, കാണുന്നവർക്കും തോന്നുന്നു ബുള്ളറ്റാണ് എന്നുള്ളത്. അതാണ് ബുള്ളറ്റിൻ്റെ എക്സോസ്റ്റ് മാറ്റി വെച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം നിയമം അനുവദിക്കുന്നില്ല. ഞാനൊരു ഡിഫറൻറ്റ് കാണിച്ചിരുന്നു മാത്രം. ഈ ഓവർ മടുപ്പുളവാക്കുന്ന ശബ്ദം അത്രക്കും വൃത്തികേടാക്കി ഓടുന്ന ഓട്ടം ഓടിയിട്ടാണ് ഈ സൈലൻസർ മൊത്തം ബാൻ ചെയ്യാനുള്ള കാരണം എനിക്ക് തോന്നുന്നു. ആളുകൾ നമുക്ക് ഇങ്ങനെ അരോചകമായി തോന്നും ചില സമയത്ത് വണ്ടിയൊക്കെ ഓടിച്ച് ആളുകൾ പോകണ കാണും. ചെക്കന്മാരൊക്കെ ഈ ഓവർ ത്രോട്ടിൽ കൊടുത്തിട്ട് പൊട്ടിച്ച് പഞ്ചാബ് സൈലൻസറൊക്കെ വെച്ചിട്ട് ഓവർ പൊട്ടിച്ച് പോകുന്ന ആളുകളുണ്ട്. അത് കേൾക്കുന്ന ആൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേൾക്കുമ്പോൾ. അതിപ്പോൾ ഉള്ള എല്ലാം കൂടി ഇല്ലാതാക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോർക്ക് നോക്കാം. ഞാനിപ്പോൾ ഇത് 30 ബിലോയിലാണ് വണ്ടി പോകുന്നത്. നോക്കാം. ഞാൻ ഈ 20 ഗിയർ ചേഞ്ച് ചെയ്യാതെ വണ്ടി എടുക്കുന്നത് കേട്ടോ. നോക്കണേ, 20 ആ വണ്ടി ചെറിയൊരു ഇടിപ്പുണ്ടാകുമെങ്കിലും കൂടെ വണ്ടി കുത്തി നിൽക്കാത്ത രീതിയിൽ വേറെ ഏത് വണ്ടിയാണെങ്കിലും എടുക്കാൻ കഴിയുമെന്ന് പറയാം. കാരണം എനിക്ക് ബാക്കിയുള്ള വണ്ടികൾ ഓടിച്ച് വല്ലാതൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ബുള്ളറ്റ് മാത്രം ഉപയോഗിക്കുന്ന ആളാണ്. അങ്ങനെ വണ്ടികളുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ വണ്ടി റോയൽ എൻഫീൽഡ് തന്നെയാണ് നല്ലത് എന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഓടിച്ച ഫീൽഡിൽ വെച്ചിട്ട് അത്യാവശ്യം വണ്ടികൾ ഓടിക്കാറുണ്ട്. റെഗുലറായിട്ട് യൂസ് ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന റോയൽ എൻഫീൽഡ് തന്നെയാണ്. അപ്പോൾ ഏതൊരു വണ്ടിക്കാണ് ഇത് അവകാശപ്പെടാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. നോക്കുക, ഞാൻ വീണ്ടും 30 ബിലോ കൊണ്ടുവന്നു. ഇപ്പോൾ 30 വണ്ടി സ്റ്റഡിയായി ഓടുന്നുണ്ട്. 30 എബോ വണ്ടി എടുത്ത് പോവുകയാണ്. 30 തന്നെ എടുത്ത് പോവുകയാണ്. ഇതാണ് ടോർക്ക്. അതായത് നമ്മൾ ഈ സൈലൻസർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോർക്ക് വർദ്ധിക്കുന്നുണ്ട്. മിക്കവാറും ആളുകൾ സൈലൻസർ മാറ്റി വെച്ചാൽ മൈലേജ് കുറയോ അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. സൈലൻസർ നിയമം അനുവദിക്കുന്നുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കതൊരു വിഷയമല്ല എങ്കിൽ കൈ കാണിക്കുമ്പോൾ പൈസ കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെച്ച് ഓടിക്കോളൂ കേട്ടോ. അതായത് വണ്ടിൻ്റെ ഈ ഒരു സുഖം കിട്ടും എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്.
ഒരു ബുള്ളറ്റിൻ്റെ മുകളിൽ നമ്മൾ പോകുന്ന ഒരുപാട് ആളുകളെ ഡ്രീം ബൈക്കാണ് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞത്, യാതൊരു സംശയവുമില്ല. നമ്മൾ ചില ആളുകൾ അതിനെ എന്താ പറയുക ആ രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. വളരെ ആളുകൾ സ്വപ്നമാണ് റോയൽ എൻഫീൽഡ്. ഒരു എൻട്രി ലെവൽ പിന്നെ മിഡ് വെയ്റ്റ് വിഭാഗത്തിൽ വരുന്ന വാഹനം തന്നെയാണല്ലോ ഒരു റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഇന്ത്യൻ നിർമ്മിത വാഹനമാണ് റോയൽ എൻഫീൽഡ് എന്നുള്ള പഴയ കാലങ്ങളിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞൊരു ഡ്രീം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു വണ്ടി റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് തന്നെയാണ്. ആ ഒരു ഫീലിൽ ഓടിക്കാൻ ഒരു ഗാംഭീര്യമുള്ള ശബ്ദവും അതുവരെ ഗാംഭീര്യമുള്ള ആ ഒരു പിന്നെ ഹാൻഡ്ലിങ് പൊസിഷനും ഹാൻഡിലൊക്കെ നമുക്ക് ഏത് രീതിയിൽ കംഫർട്ടായിട്ട് ഏത് രീതിയിലാണ് കംഫർട്ടാണ് നമുക്ക് ഏതാണോ യോജിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ബുള്ളറ്റ് എന്നുള്ളത് സ്റ്റാൻഡേർഡ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ബുള്ളറ്റ് അതിന് പോരായ്മ സെൽഫ് സ്റ്റാർട്ടില്ല, ഫ്രണ്ട് ഡിസ്പ്ലേക്കും പഴയ വണ്ടികൾക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ട് പരിഹരിച്ചുകൊണ്ടാണ് BS6 വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ശബ്ദം വളരെ കുറവാണെന്നുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് വല്ലാതൊരു മെയിൻ്റനൻസ് ഇല്ലാതെ കൊണ്ടെടുക്കാൻ പറ്റിയ വണ്ടി റോയൽ എൻഫീൽഡ് BS3 സ്റ്റാൻഡേർഡ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ റേഞ്ചിലൊക്കെ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ റേഞ്ചിലൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടി BS3 സ്റ്റാൻഡേർഡ് നല്ല വണ്ടി. ലോ കിലോമീറ്റർ ഓടിയ വണ്ടി BS3 ആണെങ്കിലും BS4 ആണെങ്കിലും ABSന് വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾ വണ്ടി എടുക്കരുത്. ABS ഏത് സമയം പോകാം, നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് നിൽക്കുമായിരിക്കാം, ഏത് സമയം പോവാം. അത് പോയി കഴിഞ്ഞാൽ 15-16 രൂപ മുടക്കാൻ താല്പര്യമുള്ള കുഴപ്പമില്ലാത്ത ആളുകൾക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. ABS ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അത് പോകുന്ന സമയത്ത് ABS പോയി എന്ന് പേടിക്കുന്ന വേണം. സാധാ ബ്രേക്കിംഗ് നമുക്ക് അതേമാതിരി വണ്ടി പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യുന്ന രീതി. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാൻ ഈ ഒരു സാധനം ഉണ്ടോ എന്ന് നോക്കുക. ഇതാണ് സെൽഫ് മോട്ടറിൻ്റെ. ഇത് പറ്റില്ല, ഇതിൻ്റെ ഈ കവർ മാറ്റണം. ഇത് ഇവിടെ ബ്ലോക്കാണ് ഉണ്ടാവുക, മോട്ടർ വരുന്ന ബ്ലോക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പീസ് ഇവിടെ ഉണ്ടോ നിങ്ങളെ വണ്ടിയിൽ നോക്കുക. ഈ ഒരു വണ്ടിയിൽ ഈ ഒരു പീസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാൻ പറ്റും എന്തായാലും കേട്ടോ. ചിലപ്പം ചില വണ്ടികളിൽ BS4 വണ്ടികൾ കുറച്ച് എൻജിൻ അയക്കേണ്ട ഓപ്പൺ ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, സെൽഫ് സ്റ്റാർട്ടും ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാൻ പറ്റാത്ത വണ്ടി കാണിച്ചു തരാം. ഈ ടൈപ്പാണ്, ഇതൊരു സ്റ്റാൻഡേർഡാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യണം, എൻജിൻ കേസ് അങ്ങ് മാറ്റേണ്ടി വരും. അത് പോസിബിൾ അല്ല, നല്ല എക്സ്പെൻസ് വരുന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഗതിയാണ് നിങ്ങളുള്ളതെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാൻ ചിന്തിക്കേണ്ട. അതിനേക്കാളും വണ്ടി കൊടുത്തിട്ട് വേറെ വണ്ടി വാങ്ങിക്കുമായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് ഇമോഷണലായിട്ട് അറ്റാച്ച്മെൻറ്റ് വാഹനമുള്ള ആളുകൾ മാത്രം പൈസ മുടക്കിയിട്ട് അത് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.